ആർക്കേലും എന്തെങ്കിലും കേൾക്കാമോ? കാണാമോ? ഇത് ഒന്നും വരുന്നില്ലല്ലോ. ഇല്ലാട്ടാ. അതേടാ ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ലടാ, ഒന്നും കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ല. ടെക്നിക്കൽ സ്റ്റാർട്ട് ചെയ്യണത്രേ. Good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, all. Prayer പറഞ്ഞോട്ടാ. Prayer പറഞ്ഞോട്ടാ. ഞാൻ പാടാം. Okay. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Thank you. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ, പുതിയ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏതായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ആയിരുന്നു അല്ലേ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് അല്ലേ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതെ മാം. ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ വരെ എടുത്തു? എനിക്ക് തോന്നുന്നു വൊക്കാബുലറി ഓൾമോസ്റ്റ് ഈ ഒരു പാരഗ്രാഫ് അല്ലേ, ഇവിടെ വരെ അല്ലേ നിർത്തിയിരിക്കുന്നേ? അല്ലല്ലോ, എവിടെ വരെ ഡിസ്കസ് ചെയ്തേ? vocabulary and speech pattern also അവിടെ വരെ എടുക്കും. നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ആയോ? അറിഞ്ഞൊരാൾ പറയും, എനിക്ക് ക്ലിയർ ആയില്ല. നെക്സ്റ്റ് പേജില് ഫസ്റ്റ് പാരഗ്രാഫ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 55-ല് ഫസ്റ്റ് പാരഗ്രാഫ് വരെ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മള് അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെ നോക്കി നിങ്ങൾ എപ്പോഴാണ് കൈയിങ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ മെയിൻ്റെനൻസ് ഓഫ് പാസ്റ്റ് ആൻഡ് അഡീഷൻ. 1 മിനിറ്റ്, എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. One minute.
ആക്ടിവിറ്റി ഉണ്ടായിരുന്നല്ലേ? യെസ് മാം. ഓക്കെ, ഞാൻ ഇന്നെ പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാനായിട്ട് തയ്യാറായവര് കാണിച്ചോട്ടോ, പേര് അയച്ചോട്ടോ. അതേപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമ്മളുടെ ക്ലാസ് ബ്രേക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ ലീവ് ആയിരിക്കും. കാരണം നമുക്കറിയാം മഴയാണ്, ഭയങ്കര കാലാവസ്ഥയായിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. ജസ്റ്റ് ആ ഒരു 12:30 വരെ ഒന്ന് നിന്നിട്ട് ലീവ് ആയിക്കോട്ടോ. ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ. ഓക്കെ, രേഷ്മയാണ് ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. മാം ആക്ടിവിറ്റി ചാർട്ട് ആണോ? ഞാൻ 1 വീക്കായി മാം ക്ലാസ്സിൽ കയറിയിട്ട്. അതെ ഇടാം, ഓക്കെ. ചാർട്ടാണ്. മാം കാണുന്നുണ്ടോ? 1 മിനിറ്റ് പിൻ ചെയ്യാട്ടോ ഇടാം. ഫ്ലവേഴ്സ് കാണാം കേട്ടോ. പറയണോ മാം? ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് പിള്ളേർക്ക്. ഇപ്പൊ കണ്ടില്ല, ഓരോന്ന് പേജ് ചേഞ്ച് ചെയ്താൽ മതി. ആയിട്ടുണ്ട്. ബേർഡ്സ്, അനിമൽസ്. അഞ്ചെണ്ണം കാണിച്ചില്ലേ മാം? അനിമൽസ്, ബേർഡ്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഓക്കെ, നന്നായിട്ട് ഫ്രൂട്ട്സ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അനിമൽസ് കാണാം. നെക്സ്റ്റ് അനിമൽസ് ചേഞ്ച് ചെയ്തോളാം. ഓക്കെ ഓക്കെ, ഫ്ലവേഴ്സ് നന്നായിട്ട് വരച്ചാണ്. വെജിറ്റബിൾസ്, then fruits, നല്ല birds. Okay, then fruits. Okay, then അശ്വതി ട്ടോ. ഓക്കെ മാം. പ്രസന്റ് ചെയ്തോട്ടെ അശ്വതി. ആ. ഓക്കെ ഓക്കെ, കാണാം കേട്ടോ. ഒരെണ്ണം കൂടി അത് ഒന്ന് ഞാൻ ബാക്കിൽ തന്നെ ചെയ്തത്. അതാ അന്ന് പിങ്ക് ടവർ ചെയ്തിട്ട് പ്രസന്റ് ചെയ്തില്ല. ഓക്കെ ഓക്കെ, കാണാം കേട്ടോ. ജ്യോതി. ആ മാം. വെജിറ്റബിൾസ്, അനിമൽസ് നന്നായിട്ടുണ്ട് കേട്ടോ. അനിമൽസിന്റെ പ്രസന്റേഷൻ. ഓക്കെ മാം. ബേർഡ്സ് സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു മാം. ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. രമ്യ. രമ്യ മാം ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ബേർഡ്സ്, ഫ്രൂട്ട്സ്, അനിമൽസ്. ഓക്കെ ടാ. ഓക്കെ മാം. പിന്നെ സുമയ.
സുമയ യെസ് മാം കണ്ടില്ലേ? ഓക്കെ ഓക്കെ കണ്ടില്ലാടാ. ക്യാമറ ഓൺ ആയിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിൻ ചെയ്തിട്ട് പ്രസന്റ് ചെയ്തു. അനിമൽസ് ആണ് കാണുന്നത്. ഫ്രൂട്ട്സ് ഓക്കെ. വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്. ഓക്കെ ഇടാം. നന്നായിട്ട് കേട്ടോ. ഓക്കെ കമറു ഓക്കെ ഇടാം. പ്രസന്റ് ചെയ്തു കേട്ടോ. ഓക്കെ ബേർഡ്സ്. ഓക്കെ നന്നായിട്ട് കേട്ടോ. ദിവ്യ കാണാമോ മാം? അവിടെ കാണാം കേട്ടോ. ഓക്കെ ഫ്ലവേഴ്സ്, ബേർഡ്സ്, ഓക്കെ നന്നായിട്ട് കേട്ടോ. അനിമൽ ഇവിടെ കഴിഞ്ഞാൽ ഫെബിയ, ഫെബിന, ഫെബിന കാണുന്നുണ്ടോ മാം? ഓക്കെ ഇടാ. വന്നിട്ടാ പ്രസന്റ് ചെയ്തോടാം. ഓക്കെ. ഫ്ലവേഴ്സ്, ബേർഡ്സ്, ആനിമൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. നമ്പർ ചാർട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ നന്നായിട്ട് കേട്ടോ. ഓക്കെ താങ്ക് യു മാം. സുമി മിസ് എനിക്ക് ബാക്ക് ക്യാമറ വയ്ക്കാൻ പറ്റുന്നില്ല മിസ്. ഞാൻ കുറെ സമയം കൊണ്ട് നോക്കിയാണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് കാണിക്കാൻ പറ്റും. പിന്നെ ടോപ്പിലായിട്ട് ആരുണ്ട് അത് കാണാവോ മിസ്? വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾസ് ഓക്കെ കാണാടാ. ബേർഡ്സ് ഓക്കെ കാണാടാ. ഫ്രൂട്ട് ഓക്കെ ഫ്ലവേഴ്സ് ഫ്ലവർ കണ്ടോ മാം? കണ്ട് നന്നായിട്ട് കേട്ടോ. അനിമൽസ് ഓക്കെ അനിമൽസ് ഞാൻ നന്നായിട്ട് മഞ്ഞ കേട്ടോ. ആൽബോക്സിന്റെ ചാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചില്ലായിരുന്നേ. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സിന്റെയോ? നമ്പേഴ്സിന്റെ അത് വലിയ ചാർട്ടായി പോയി മാം. ഓക്കെ കാണാം കേട്ടോ. നന്നായിട്ട് കേട്ടോ. താങ്ക് യു മാം. ഹലോ മാം, എനിക്ക് ആരാ? ടെസ്റ്റ് ചെയ്യാൻ അറിയില്ല, ഞാൻ കാണിക്കട്ടെ? എന്താണ്? പേര് ടെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല, ഞാനിത് കാണിക്കട്ടെ? മനസ്സിലായില്ല. പേര് ടെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല മൊബൈലില്. സാനിയെ കാണിച്ചോടാ. എന്റെ പേര് നിർമ്മല എന്നാണ്. ഓക്കെ ആണാവോ? ക്യാമറ ഓണല്ലേടാ? ഓൺ ആക്കിയിട്ടുണ്ട്. ശരിക്കും ഓൺ ആക്കിയിട്ടുണ്ട്. കാണില്ല. കണ്ടു.
ഓക്കെ. ബേർഡ്സ്, ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ആനിമൽ, ഫ്രൂട്ട്സ്. ഇത് നമ്പർ പാറ്റേൺ നന്നായിട്ടുണ്ട് കേട്ടോ. ആൽഫബറ്റിക്കിന്റെ. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ശാന്തിയുടെ നെക്സ്റ്റ്. ശാന്തി. കാണാം, ഇവിടെ കറണ്ട് ഇല്ല. ഓക്കേടാ, കാണാട്ടെ, ഏകദേശം കാണാം. വെജിറ്റബിൾസ് ഉണ്ടോ? ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് ഉണ്ട്, ബേർഡ്സ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ്, ഡൊമസ്റ്റിക് അനിമൽസ്. ഓ, വരച്ചേക്കുന്നു. വരച്ചതാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. ഹരീഷ്മ. കാണാമോ? കാണാം, വെജിറ്റബിൾസ് കാണാം. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ആനിമൽസ്. മാം എനിക്ക് ബേർഡ്സിനെ കിട്ടിയില്ല കേട്ടോ. പിന്നെ പിങ്ക് ടവർ കാണിച്ചിട്ടില്ലായിരുന്നു. ഓക്കേടാ. നമ്പർ ചാർട്ടും കൂടി. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ധന്യ പ്രസന്റ് ചെയ്തോടാ. flowers, fruits, vegetables, birds, animals. Okay. Okay, ma'am. Thank you. ഓക്കേടാ. ഗീതു. 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 മാം കാണുന്നുണ്ടോ മാം? ഇല്ലടാ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഞാൻ ബാക്ക് ക്യാമറ ക്ലാസ്സിൽ ഓൺ നോക്കുമ്പോഴത്തേക്ക് ഓൺ ആവുന്നില്ല മാം, അല്ലാതെ നോക്കുമ്പോ ഓൺ ആവുന്നുണ്ട്. എടുത്ത് കാണിച്ചാലും മതിയടാ. ഫ്രണ്ടിൽ കാണിക്കട്ടെ മാം? ഓക്കെ. ഇത് കാണാമോ? അനിമൽസ് ആണ് മാം. ഓക്കേടാ. കാണുന്നുണ്ടോ? കാണാം. ഇത് ബേർഡ്സ്. ഓക്കേടാ. വെജിറ്റബിൾസ്. ഫ്ലവേഴ്സ്. ഓക്കേടാ. ഫ്രൂട്ട്സ് ആണ്. ഓക്കേടാ. നമ്പർ സ്റ്റാർട്ട് ഒന്ന് കാണിക്കില്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. നൗഫല. കാണുന്നുണ്ടോ മാം? കാണുന്നുണ്ട്. പ്രസന്റ് ചെയ്തോട്ടോ. Animals, fruits, vegetables, flowers. ഓക്കേടാ. ലിജി ട്ടോ. നമുക്ക് ആടാ, പ്രസന്റ് ചെയ്തോ. ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ആനിമൽസ്, ബേർഡ്സ്. ഓക്കേടാ. കൺമണി. കാണിക്കട്ടെ മാം? ആടാ. കാണാവോ? ആടാ, കാണാട്ടോ. ആനിമൽസ്, വെജിറ്റബിൾസ്. പേര് എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട് മാം. ഓ, താഴെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അതൊന്ന് വലുതാക്കി എഴുതിക്കോട്ടെ കേട്ടോ.
ബോൾഡ് ആയിട്ടേ. ആ ബേഡ്സ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. ഓക്കേടാ. നമ്പർ ചാർട്ട് കൂടി ഉണ്ടല്ലോ. ആടാ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഷിബില. Animals, fruits, birds, vegetables, flowers. ഓക്കേടാ നന്നായിട്ടുണ്ട് കേട്ടോ. Thank you. ഫാത്തിമ. 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 ഓക്കെ. മുഫീദ. ഫാത്തിമ. ഓക്കെ. ഫാത്തിമ 1 മിനിറ്റ് കേട്ടോ. മുഫീദ 1 മിനിറ്റ്. ഫാത്തിമ കേട്ടോ. ഓക്കെ. ഓക്കേടാ. ഓക്കെ ഓക്കേടാ. മുഫീദ. കാണുന്നുണ്ടോ മാം? ആടാ കാണാം. ഫ്ലവേഴ്സ്, ബേർഡ്സ്, ആനിമൽസ്, വെജിറ്റബിൾസ്. മാം ആൽഫബറ്റ്സിന്റെ ചാർട്ട് കാണിച്ചിട്ടില്ല അതിനോ? നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. അനീഷ. യെസ് മാം. ആനിമൽസ്, വെജിറ്റബിൾസ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സിന്റെ ഇച്ചിരി കൂടെ ചെയ്യാനുണ്ട് മാം. നമ്പർ ചാർട്ടും കൂടെ. ഓക്കേടാ. ലേറ്റ് ആക്കണം കേട്ടോ. രമ്യ. കാണുന്നുണ്ടോ? കാണാടാ. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, animals, birds, number 10. ഓക്കെ നന്നായിട്ടുണ്ട് രമ്യ. റിതു. Thank you, ma'am. ആനിമൽസ്. ഓക്കേടാ നന്നായിട്ടുണ്ട്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ബേർഡ്സ്, ഫ്ലവേഴ്സ്. ഓക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ. മാം ഞാൻ വീട്ടിലില്ല മാം, ഞാൻ ഞങ്ങളുടെ കടയിലാണ്. സ്ക്രീൻ ഷെയർ ചെയ്താൽ മതിയോ? ഗാലറി. ഓക്കെ മാം. ഒന്ന് നോക്കിക്കോട്ടെ മാം. അടുപ്പോ നോക്കിക്കോട്ടെ, ഞാൻ അടുത്ത ആളെ വിളിക്കാം. അഞ്ജലി കേട്ടോ. മാം ഫ്രൂട്ട്സ് കാണാമോ മാം? കാണാടാ. വരച്ചിരിക്കണാടാ.
അത് ഞാൻ വരച്ചതാ മാം. നന്നായിട്ടുണ്ട് ഇത് കേട്ടോ. വെജിറ്റബിൾസ്. താങ്ക് യു മാം. നന്നായിട്ടുണ്ട്. കാണുന്നുണ്ടോ? അടുത്ത ബേർഡ്സ് അത് ഒട്ടിച്ചതാണ്. ആനിമൽസ്. പിന്നെ നമ്പർ ചാർട്ട് കാണിച്ചിട്ടുണ്ടായില്ല. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. രശീദ. യെസ് മാം. ബേർഡ്സ് കാണാം മാം. കാണാട് നന്നായിട്ടുണ്ട് കേട്ടോ. ആനിമൽസ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, പിന്നെ ആൽഫബറ്റ്സ്. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു. ശരി. ശരി കാണാം. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, വെജിറ്റബിൾസ്, ആനിമൽസ്. ഓക്കേടാ. താങ്ക് യു. മാം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കുഴപ്പമില്ല ഗീതു, വീട്ടിലുള്ള പ്രാവശ്യം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണാടാ. നന്നായിട്ടുണ്ട് വരച്ചിരിക്കണല്ലേ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ആനിമൽസ്, ബേർഡ്സ്. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഫർസാന എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ വരയ്ക്കും മാം. ഭയങ്കര കലാകാരിയാ. അവള് മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടെയാണ്. ബ്രൈഡൽ. ഓക്കേടാ ഫർസാന. നന്നായിട്ടുണ്ട് കേട്ടോ. മേരി. മേരി കാണാടാ. വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ്, ഡൊമസ്റ്റിക് ആനിമൽസ്, ഓക്കേടാ. പിന്നെ നമ്പർ ചാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ? നമ്പർ ചാർട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. ആതിര. കാണിക്കാമോ? കാണാടാ. കാണിച്ചു കേട്ടോ. ഫ്രൂട്ട്സ്, ബേർഡ്സ്, പിന്നെ പിങ്ക് ടവർ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതോടെ. നന്നായിട്ടുണ്ട് കേട്ടോ. മോണിഷ. മാം ഞാനും ഫോണിൽ കാണിക്കാം മാം. നോക്കട്ടോ. ഷെർലി. യെസ് മാം. ഷെർലി കാണിച്ചോടാ. ഓക്കെ. എനിക്കത് ബാക്ക് ക്യാമറ ആക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ കാണാട്ടാ. നന്നായിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാണാവോ മാം? ഫ്രൂട്ട്സ് കാണാവോ? ഫ്ലവേഴ്സ്, ആനിമൽസ്,
മാം ബേഡ്സിൻ്റെത് ചെയ്തിട്ടില്ല. ഇതാ നമ്പർ ചാർട്ട് കാണിച്ചു മാം കാണിക്കട്ടെ മാം. മോനിഷ് കാണിച്ചു. Vegetables, flowers, animals, birds മാം. ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് വേറെ ഫോണിലേക്ക് അയച്ചിട്ട് അത് കാണിച്ചാണ് മാം. ഓക്കേടാ. അനുശ്രീ കാണാമോ മാം? ഓക്കേടാ. കാണാടാ. മാം ഇത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, അനിമൽസ്, ബേർഡ്സ്. പിന്നെ എനിക്ക് ചാർജ് ചെയ്തായിരുന്നു, കാണിച്ചില്ലായിരുന്നു. നമ്പർ ചാർട്ടും കാണിച്ചില്ലായിരുന്നു. ടവർ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. സിനു സിനു ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ സിനു. ഫ്രൂട്ട്സ്, ബേർഡ്സ്, അനിമൽസ് കാർട്ടൂൺ സൈസ് ആണ് ഫോട്ടോസ് കിട്ടിയത്. വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്. താങ്ക് യു മാം. ലിജിന ആണോ? ലിജീന. ലിജീന ഓക്കേടാ. ബേഡ്സ്, പിന്നെ മറ്റേ ഇത് വെജിറ്റബിള്. ഓക്കേടാ. പിന്നെ ഇതുണ്ട്. ആൽഫബറ്റ്. ഓക്കെ ഓക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ. രായിസ. ആയിഷല്ലേ? രായിസ. ഓക്കെ ഓക്കെ. ആയിഷ പറഞ്ഞു കാണിച്ചോളാം കേട്ടോ. ആനിമൽസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, ഫ്രൂട്ട്സ്, പിന്നെ നമ്പർ ചാർട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ജെസ്സിയ. ജെസ്സിയ ഓക്കെ കാണാം കേട്ടോ. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, അനിമൽസ്, ബേർഡ്സ്. ഇത് നമ്പർ ചാർട്ട്. ഓക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ആൽഫബറ്റ്സിന്റെ ചാർട്ട്. ഓക്കേടാ. താങ്ക് യു. ബാക്ക് ക്യാമറ. ഫ്രൂട്ട്സ്, ഓക്കേടാ. ബേർഡ്സ്, ബേർഡ്സ്, ഡൊമസ്റ്റിക് അനിമൽസ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സിന് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. എനിക്ക് മുഴുവൻ പിക്ചർ കിട്ടിയില്ല. ഓക്കെ കുഴപ്പമില്ല. പിന്നെ ആൽഫബറ്റ്സിന്റെ കാണിച്ചിട്ടില്ല മാം. ഓക്കെ വരച്ചിരിക്കുകയാണ്. വരച്ചതാ. ഓക്കെ നന്നായിട്ട് കേട്ടോ.
പിന്നെ നമ്പർ ചാർട്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു മാം. ഉമ്മ മാം എന്റെ നമ്പർ ചാർട്ട് മാത്രം ഉണ്ടേ. ആണോ? ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇല്ല? ഇല്ല, ഇതും കംപ്ലീറ്റ് അറിയാനുണ്ട്. കണ്ടു കേട്ടോ. വരച്ചിരിക്കുന്ന നല്ല ഭംഗിയുണ്ട്. താങ്ക് യു മാം. സയന, ഫാത്തിമ, സയന. മിസ് എന്റേത് കാർഡ്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ. നന്നായി. ഓക്കെ, നല്ലതാരോ? ഫ്ലവേഴ്സ് ഇങ്ങനെ കാർഡ്സ് ആക്കിയിട്ടുള്ളത്. പിന്നെ ബേർഡ്സ്. പിന്നെ ഡൊമസ്റ്റിക് ആനിമൽസ്. ഇങ്ങനെ കുറച്ചുണ്ട്. പിന്നെ വൈൽഡ് ആനിമൽസ്. ഇനി ഫ്രൂട്ട്സും കൂടെ ഉണ്ട് മിസ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചർച്ച ഏതായിരുന്നു? ഞാനും കൂടി കാണിക്കട്ടെ? മുനീറ കാണിച്ചിട്ടില്ല? ഇല്ല, ഇപ്പൊ കാണിക്കേ. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, വെജിറ്റബിൾസ്, അനിമൽസ്. താങ്ക് യു മാം. എടാ എന്തേലും ഇല്ല, കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മാമിന്റെ ലൈൻ കട്ടായിട്ടാന്ന് തോന്നുന്നു. മാം ലെഫ്റ്റ് മുൻപ് പറഞ്ഞ മാം ആദ്യം ടെക്നിക്കൽ ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്തേലും ഇഷ്യൂ വരുമെന്നുള്ളത്? മാം പോയാ? ഞാൻ കാണിച്ചൊക്കെ മാം കണ്ടില്ലോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ക്ലിയർ ആയില്ല മാം. മാം കണ്ടിരുന്നോ മാം? പോയി. എടാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല. 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 മാം കേൾക്കുന്നില്ലാട്ടാ. മാം മ്യൂട്ടൊക്കെ ഓൺ ചെയ്ത് തന്നുണ്ട്. കേൾക്കില്ല. ഞാൻ കാണിച്ചതോടുകൂടി മാം പോയി. കൊളാക്കി. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം മാം. ഓക്കെ. കാണാൻ പറ്റുന്നില്ലാലോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ.
ഓക്കെ കേട്ടോ, 1 മിനിറ്റ്. ശരിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചൊക്കെ കണ്ടിരുന്നോ മാം? മുനീറ കാണിച്ചത് കണ്ടു കേട്ടോ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. Okay. Maintenance of past and addition of the new words in one's vocabulary may continue even in the period of old age, relied upon their reading habit and interest. അപ്പോൾ നമ്മളുടെ ഈ പുതിയ പുതിയ വേർഡ്സിന്റെ വെക്കാബുലറി ആഡ് ഓൺ ചെയ്യുന്നത് നമുക്ക് നമുക്ക് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ് ആണ്. നമ്മൾ ഓൾഡ് ഏജിൽ പോലും നമ്മൾ റീഡിങ് ഹാബിറ്റ്സ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേർഡ്സും ഒക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. In addition to change in vocabulary and the speech, the pattern of reaction also change with age. നമ്മുടെ വെക്കാബുലറിയിലും സ്പീച്ചിലും അതേപോലെ നമ്മുടെ പാറ്റേൺ ഓഫ് റിയാക്ഷനും ഏജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കുട്ടികൾ ഒരു എന്താ പറയുക കൊഞ്ചിയായിരിക്കും ആദ്യം സംസാരിക്കുന്നത്. അത് ഒരു 6 years ഒക്കെ കഴിയുമ്പോൾ അവർ ആ ഒരു നല്ല കറക്റ്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങും. ദെൻ ഈ സ്പീച്ചും അതേപോലെ വെക്കാബുലറി ഒക്കെ ഏജിനനുസരിച്ച് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ദെൻ നമ്മൾ നോക്കുന്നത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. These may be individual difference as far as for the language development is connected, but the order remains the same for all. ചിലപ്പോൾ ചില കുട്ടികളിൽ ഡിഫറൻസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽസിനനുസരിച്ച് ഓരോ കുട്ടീനനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും ലാംഗ്വേജ് ഡെവലപ്മെന്റ്. പക്ഷെ ഓർഡർ കുറച്ച് ഇതേപോലെ സെയിം ആയിരിക്കും എന്നാ പറയുന്നത്. The general arrangement of language development is as follows. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ജനറൽ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മളിനി നോക്കുന്നത്. At birth ലാംഗ്വേജ് ഉണ്ടോ കുട്ടികളില്? നോ മാം. ഇല്ല. അറ്റ് ബർത്ത് എങ്ങനെയാണ്? ലാംഗ്വേജ് ആബ്സെന്റ് ആണ്. അറ്റ് അബൌട്ട് 4 weeks സ്മോൾ സൗണ്ട്, തോട്ടുന്ന ഒരു സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു പ്രത്യേക സൗണ്ട്, അങ്ങനെ ഒരു തോട്ടിൽ നിന്നൊരു സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഈസ് ദ ചൈൽഡ് സ്മൈൽ. ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാണ്? സ്മൈലാണ്. ഫസ്റ്റ് ആ സ്മൈലാണ്, ചൈൽഡിന്റെ ആ ഒരു ട്രൂ ആയിട്ടുള്ള ആ ഒരു സ്മൈലാണ്. ആൻഡ് കൂളിംഗ് അറ്റ് ദ ഏജ് ഓഫ് 16 weeks. അപ്പൊ ഒരു 16 weeks ഒക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെ എന്നൊക്കെയുള്ള സൗണ്ടുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. അറൌണ്ട് 28 week ഒക്കെ ആവുമ്പോ ബബ്ലിംഗ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു 28 weeks ഒക്കെ ആവുമ്പോഴാണ്. ആ വീക്കുകൾ നോട്ട് ചെയ്യണം കേട്ടോ. 16 weeksലാണ് ഏത് കൂളിംഗ് സൗണ്ട് വരുന്നത്, കൂളിംഗ് സൗണ്ട്. പിന്നെ അറൌണ്ട് 40 weeks ദ ബേബി ഇമിറ്റേറ്റ് ദ സൗണ്ട് മെയ്ഡ് ബൈ ദ അഡൽട്ട്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മളിപ്പോ എന്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്താലും കുട്ടികൾ അതേ സൗണ്ട് നമ്മളോട് തിരിച്ചു പറയാൻ തുടങ്ങും. എല്ലാ സൗണ്ടല്ല, ചില സൗണ്ടുകൾ. ആൻഡ് ടേക്സ് ദി സൗണ്ട് ഇൻ ടു ഹിസ് ഓൺ സിസ്റ്റം. അവന്റെ സ്വന്തം സിസ്റ്റത്തിലേക്ക് എടുക്കും. നൗ ദ ബേബി സേ 1 word. അപ്പോ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അമ്മ പറയുകയാണെങ്കിൽ കുട്ടികൾ അമ്മ എന്നുള്ള വേർഡ് പറയാനായിട്ട് തുടങ്ങും. അറൌണ്ട് 52 weeks. അറൌണ്ട് 52 weeks എന്ന് പറയുമ്പോൾ 1 year എടുക്കുമ്പോൾ അവർ 2 or more words, ഒന്നില്ലെങ്കിൽ 2 അതിൽ കൂടുതൽ വേർഡ്സോ പറഞ്ഞു തുടങ്ങും കേട്ടോ. ഒരു 1 year എടുക്കുമ്പോൾ 2 words 1 words പറയും. ചില കുട്ടികൾ കൂടുതൽ വേർഡ്സ് പറയും, ചില കുട്ടികൾ 2 or 3 വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങും. ആൻഡ് അറൌണ്ട് 18 months, ഒരു 18 months ഒക്കെ ആവുമ്പോഴേക്കും അവരൊരു സെന്റൻസ് ഒക്കെ ഒരു 1.5 years ഒക്കെ ആവുമ്പോഴേക്കും ജസ്റ്റ് സെന്റൻസ് കമ്പൈൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. കമ്പൈൻ ചെയ്ത് പറയാനായിട്ട് വൺ ബോൾ അങ്ങനെ 18 months ഒക്കെ ആവുമ്പോഴേക്കും സെന്റൻസ് പാറ്റേൺ അവർ പറയാൻ തുടങ്ങും. അറൌണ്ട് 24 months the baby use simple phrase and understand സിമ്പിൾ ഡയറക്ഷൻസ്. അപ്പൊ ചെറിയ ചെറിയ ഫ്രേസസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അറൌണ്ട് 36 months ദ ചൈൽഡ് വൊക്കാബുലറി എന്യൂമറസ്ലി ഇൻക്രീസ്ഡ്. ഒരു 3 years 36 months എത്തുമ്പോഴേക്കും കുട്ടികൾ അവരുടെ വൊക്കാബുലറി കൂടും. നൗ ഹി ടോക്സ് ഇൻ സെന്റൻസ്. അവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള സെന്റൻസ് സംസാരിക്കാൻ തുടങ്ങും. ആൻഡ് ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങും? ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങും. Around 4 years, the child used conjunction and understand prepositions. സംയോജനങ്ങളും ഒക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് 4 years ഒക്കെ ആവുമ്പോഴേക്കും മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. Around 5 years, 5 വയസ്സാവുമ്പോഴേക്കും
The child speak without infant articulation. നമ്മൾ കുട്ടികളെ സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ചലൊക്കെ ഉണ്ടല്ലോ, ഒരു എന്താ പറയാ കൊഞ്ചി സംസാരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടികൾ സംസാരിക്കുമ്പോൾ അത് ഒഴിവാകും. ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു എന്താ പറയാ കൊഞ്ചി സംസാരിക്കുന്നത്, കുഞ്ഞു കുട്ടികളുടെ ഉച്ചാരണം അത് മാറി അവര് നല്ലൊരു അത്യാവശ്യം നല്ല കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സൗണ്ടിലൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങും. Much of the speech pattern the child learned is the result of substitution of others. മറ്റുള്ളവരിൽ നിന്നാണ് കുട്ടികൾ ലേണിംഗ് ചെയ്യുന്നത്, സ്പീച്ച് പാറ്റേൺസ് ഒക്കെ അക്യൂർ ചെയ്യുന്നത്. During the course of learning, it is possible that certain speech disorders, ചില കാര്യങ്ങളിൽ നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സിന്റെ സമയത്ത് ചില ഡിസോർഡേഴ്സ് നമ്മൾ കാണാറുണ്ട്. ഒമിഷൻസ്, ചില വേർഡുകൾ ഒഴിവാക്കും, അറിയാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത വേർഡ്സ് അവര് എന്ത് ചെയ്യും, ഒഴിവാക്കും. ഇടറും, ചില വേർഡ്സ് പറയുമ്പോൾ സൗണ്ട് ഒന്ന് ഇടറൊക്കെ ചെയ്യും. സ്റ്റാമറിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്തംഭനം, ആ ചില വേർഡ് പറയുമ്പോൾ അവർക്ക് അത് പറയാൻ കിട്ടാതെ വരും. ആ ലേണിംഗ് ടൈമിൽ നോർമലായിട്ട് വരുന്ന കാര്യങ്ങളാണ് മേ ബി പ്രൊമോട്ടഡ്, ഇതൊക്കെ കാണാറുണ്ട്. സോ നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ ജനറൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അപ്പോ അറ്റ് ബർത്ത് കുട്ടികളിൽ ലാംഗ്വേജ് ആബ്സെന്റ് ആണ്. ഒരു 4 weeks ഒക്കെ ആവുമ്പോഴാണ് തോട്ടിൽ നിന്ന് ഒരു പ്രത്യേക സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഒരു സ്മൈലാണ്. ഓക്കെ, കൂളിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് 60 weeks ആണ്. പിന്നെ 28 weeks ഒക്കെ ആവുമ്പോഴേക്കും ബേബി എന്ത് ചെയ്യാൻ തുടങ്ങും, ബബ്ലിംഗ് സൗണ്ട്, ആ സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. 40 weeks അഡൾട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും, അഡൾട്ട് പറയുന്ന സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്യും. 52 weeks ഒരു വേർഡോ 2 അതിൽ കൂടുതൽ വേർഡ്സോ കുട്ടികൾ പറയാൻ തുടങ്ങും. അറൌണ്ട് 18 months ഒക്കെ ആവുമ്പോഴേക്കും കുട്ടി കമ്പൈൻ ചെയ്ത് 2 വേർഡ്സ് പറയും. വെച്ചാൽ ബാണ്ട് ബോൾ, ആ ഒരു ബോൾ വേണം എന്നുള്ളത്, ബാണ്ട് ബോൾ വേണം എന്നുള്ളത്, അങ്ങനെ വേർഡ്സ് പറയാനായിട്ട് തുടങ്ങും. 24 months ഒക്കെ ആവുമ്പോഴേക്കും സിമ്പിൾ ഫ്രേസും അവര് സിമ്പിൾ ഡയറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. 36 months ആവുമ്പോ 3 yearsനോട് അടുക്കുമ്പോൾ കുട്ടികൾ സെന്റൻസും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിന് ആൻസർ ഒക്കെ ചെയ്ത് തുടങ്ങും. 44 yearsലേക്ക് ആവുമ്പോൾ കൺജക്ഷനും അവർക്ക് പ്രപ്പോസിഷനും ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങും. 5 വയസ്സിലാണ് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്, കുട്ടികൾ ഇൻഫന്റ് ആർട്ടിക്കുലേഷൻ ഇല്ലാതെ ശിശു ഉച്ചാരണം അത് മാറി, ആ ഒരു കൊഞ്ചലും കാര്യങ്ങളൊക്കെ മാറി കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പീക്ക് ചെയ്യുന്ന പോലെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് സ്പോക്കൺ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ജസ്റ്റ് ഞാനൊരു സ്പീഡപ്പിൽ പറഞ്ഞതാണ് ഈ ഒരു പോർഷൻ. നെക്സ്റ്റ് ഡേ ഞാൻ നന്നായിട്ട് പറഞ്ഞുതരാം, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം, കാരണം നെറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വേഗം അങ്ങോട്ട് പറഞ്ഞു നിർത്തുക കേട്ടോ. ഓക്കെ, ഞാൻ ഓക്കെ കേട്ടോ. അപ്പോ ഇന്ന് ഈ ഒരു പോർഷൻസ് ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാം. ഓക്കെ, ഞാൻ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? സൈനിനൊന്നും പറയിപ്പിച്ചില്ല അല്ലേ മാം? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാന് ഒരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു വേക്കൻസി ഉള്ളൂ, പക്ഷെ ഒരു 10-11 ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഞാൻ മാത്രമേ ഉള്ളൂ ഓൺലൈനായിട്ട് പഠിക്കുന്നതും അതോടൊപ്പം കോഴ്സ് കഴിയാത്തതായിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഓഫ്ലൈൻ ആയിട്ട് പഠിച്ചതും ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞതും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ചു, നമ്മളുടെ ഫ്രെയിം വർക്ക് ഒക്കെ അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ. മോണ്ടിസറി ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ എന്റെ അടുത്തിരുന്ന കുട്ടി പറയാ, അവര് ജസ്റ്റ് ആ ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ടാ ഉള്ളൂന്ന് ഫ്രെയിം വർക്കിന്റെ. അപ്പൊ എനിക്കെന്തോ പ്രൗഡ് ആയിട്ട് തോന്നി, കാരണം നമ്മളെ വീട്ടിലൊക്കെ അടിപൊളിയായിട്ട് ആ വർക്ക് ശരിക്കും ചെയ്തിട്ടുണ്ടല്ലോ, ഇതിലായിട്ട് പോലും ഓൺലൈൻ ആയിട്ട് പോലും. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നമ്മളെക്കാളും വലിയ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണല്ലോ വിചാരിച്ചിട്ട്. പക്ഷെ അതോടുകൂടിയിട്ട് എനിക്ക് നല്ല കോൺഫിഡന്റ് വന്നു. പിന്നെ ആ 10 ആൾക്കാരിൽ വെച്ചിട്ട് ഞാനാണ് സെലക്ടഡ് ആവുകയും ചെയ്തത്. എക്സ്പീരിയൻസ് ജയദേവ് സാറായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ മാം, എനിക്ക് വലിയ പ്രൗഡ് തോന്നി, കാരണം 2-3 വർക്കിന്റെ ഞാൻ ചോദിച്ചു, കാരണം അതിൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത പോലെ അവര് ചെയ്തിട്ടില്ല ഓഫ്ലൈൻ ആയിട്ട് പോലും. ഇന്ന് മുതൽ ജോയിൻ ചെയ്യണേ? ജൂൺ 1st തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, സോറി. അത് മഴയുടെ ഒക്കെ ഇതായിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, teacher. Thank you, ma'am.